ഹലോ. അപ്പം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. കൊറിയർക്കാർ വന്നിട്ട് കൊറിയർ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ സാധനം ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏകദേശം ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ചയ്ക്കുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നു. ദേ സംഭവം ഒരു ലഞ്ച് ബോക്സിൻ്റെ ഒരു കിറ്റായിരുന്നു. ഉണ്ണോളുടെ ഫോട്ടോയും, അതായത് ലഞ്ച് ബോക്സിൽ മാത്രം ഉണ്ണോളുടെ ഫോട്ടോ ഉണ്ടാവും. ബാക്കിയുള്ളതിലൊക്കെ വാട്ടർ ബോട്ടിൽ, സ്പൂണ്, ഫോർക്ക്, ഇതിലൊക്കെ ഉണ്ണോളുടെ പേരായിരിക്കും കേട്ടോ. ഇതാട്ടോ ആദ്യത്തെ ഉണ്ണിയുടെ ആട്ടോ ഞാൻ ഫസ്റ്റ് പൊട്ടിച്ചത്. കൂട്ടാൻ പാത്രം ഉണ്ട് അതിൽ മാച്ചായിട്ടുള്ളത്. കറക്റ്റ് നല്ല ക്വാളിറ്റി, നല്ല സ്റ്റീല്, കുഴപ്പമില്ല കേട്ടോ. സ്പൂണും ഒരു ഫോർക്ക് ടൈപ്പും ഒരു സ്പൂണായിട്ടാണ് വരുന്നത്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സംഭവം എൻ്റെ പൊന്നെ, നമുക്ക് എന്തെങ്കിലും പുതിയത് കിട്ടുക ഇങ്ങനെ വലിച്ച് പറിച്ച് ആക്രാന്തം കൊണ്ട് കാണാനുള്ള കൊതിക്കൊണ്ടേയും. അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ ക്ഷമയൊക്കെ എടുത്തൊക്കെ വലിച്ച് പൊട്ടിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്പൂണിൻ്റെ സൈഡിലും ഉണ്ണിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഉണ്ണികൾക്കുള്ളതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. നമ്മുടെ ഇൻസ്റ്റയിലുള്ള അച്ചൂസ് നാട്ട ചേച്ചിയുടെ പേര് കീത്തൂസ് ക്രാഫ്റ്റ് എന്നാടാൻ തോന്നുന്നു ആ ഇൻസ്റ്റ ID. സംഭവം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആയിരുന്നു. ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇവരുടെ സ്കൂളിൽ ഇവരുടെ എല്ലാ പ്രൊഡക്റ്റിലും ഇവരുടെ പേര് എഴുതണം. കഴിഞ്ഞ കൊല്ലം എല്ലാത്തിലും ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് വെച്ച് ഒട്ടിക്കലായിരുന്നു എൻ്റെ പ്രധാന തൊഴിൽ. എന്തുണ്ടാവും, അവന്മാരത് കീറിക്കൊണ്ടുവരും, ഞാനത് വീണ്ടും ഒട്ടിക്കും. ലാസ്റ്റ് ഞാൻ നിർത്തിയപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണ നേരത്തെ ഈ ചേച്ചിയുടെ ഒരു റീല് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ണികളുടെ ഫോട്ടോ ചെയ്ത് വെച്ച് പിന്നെ എനിക്ക് മായ്ക്കേണ്ടി പിടിക്കേണ്ടി വരില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ഇക്കൊല്ലം 2ാമത്തെ ഉണ്ണീനും നമ്മൾ സ്കൂളിലേക്ക് വിടണം. കാരണം അങ്ങനെയാണ് 2 പേരുടെ തട്ട ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ എടുക്കണതാണ് ഇവരുടെ വാട്ടർ ബോട്ടിലും ഉണ്ണിയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. എഡ്വേർഡ് ജിൻസണിന് ഉണ്ണിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനിത് പിക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സാധാ വാട്ടർ ബോട്ടിൽ ടൈപ്പാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് ഉള്ളിൽ സ്ട്രോ ഉള്ള ടൈപ്പാട്ടത്. ഉള്ളിലൊരു കുഞ്ഞ് സ്ട്രോ ഉണ്ട്. ഇവർക്ക് പിന്നെ വാട്ടർ ബോട്ടിലായാലും എന്തായാലും സ്റ്റീലുള്ള ഐറ്റംസ് മാത്രമേ സ്കൂളിൽ അലൗഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ സ്റ്റീലായിരിക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ളും സ്റ്റീലാണെന്നുള്ളത്. അപ്പം കയ്യിൽ കിട്ടുന്ന ഒരു ടെൻഷനായിരുന്നു സംഭവം ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ് ക്വാളിറ്റി. ഇത് വരുന്ന സമയത്ത് ഉണ്ണികൾ കിടന്നുറങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഞാനും മൂത്ത ഉണ്ണിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ഉണ്ണി KG ആയിട്ടുള്ളൂ. അപ്പോൾ അവനുള്ളത് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഇതൊന്ന് ഓപ്പൺ ആക്കുക കണ്ടപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കാണെന്ന് വിചാരിച്ച്. ഇതും ഒരു ഇരുമ്പിൻ്റെ അങ്ങനത്തെ ഒക്കെ വരില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാട്ടത്. ഇതും പൊട്ടിച്ചപ്പോൾ സംഭവം 2-3 അറകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു സാധനം ആദ്യമായിട്ട് കിട്ടുമ്പോൾ പൊളിക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കുമല്ലോ. ഇതിലും ഉണ്ണിയുടെ പേര് എഴുതിയിട്ടുണ്ട്, എഡ്വേർഡ് ജിൻസണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇത് തുറന്നു. അതിലേക്ക് അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അതായത് റബ്ബർ കട്ടർ, സ്കെയിൽ, അങ്ങനത്തെ ഒരു ഇത് വയ്ക്കാനുള്ളവരായും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെയും ഒരു കള്ളിയും കൂടി കാണാണ്ട് അതെങ്ങനെ തുറക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും വയ്ക്കാനും പറ്റില്ല കേട്ടോ. വെറുതെ ഒരു തുറക്കാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെയും കുറേ കള്ളികളൊക്കെ കാണണ്ടായിരുന്നു. എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. ഞാനത് പറിക്കാനൊക്കെ നോക്കി, പക്ഷെ അത് പറിക്കാൻ കിട്ടില്ല. വെറുതെ അടയ്ക്കണ ഒരു ഇത് മാത്രം. വീണ്ടും ഫ്രണ്ടിൽ ഒരു കള്ളിയും കൂടി കണ്ടപ്പോൾ അതെന്തുട്ടാന്നുള്ളൊരു ആകാംക്ഷയിൽ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമൽ ബോക്സിൻ്റെ കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ. ഇവർക്ക് സംഭവം ഇതിൻ്റെ ആവശ്യമില്ല, സ്കൂളിൽ പോകണമെന്ന് എടുക്കാം. എന്നാലും മൊത്തം 2 കള്ളി. ബാക്കിലത്തെ കള്ളി എന്തിനാണാവോ വെറുതെ ഭംഗിക്ക് വെച്ചിരിക്കണതായിരിക്കും. എന്തായാലും ബോക്സും നല്ല ക്വാളിറ്റി സാധനമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്ന കാരണം ഇന്നത്തെ വീഡിയോ എടുക്കണതൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണോളേനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. കാരണം ഇവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അവരുടെ ഫോട്ടോ വെച്ച് ഓരോന്ന് ചെയ്യല്, ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കാണുക, അതാണ് ഇവരുടെ. ഇത് 2ാമത്തെ ഉണ്ണിയുടെ വാട്ടർ ബോട്ടിലാട്ടോ. ഉണ്ണിയുടെ പേര് എഡ്വേർഡ് ജിൻസൺ എഴുതിയിട്ട് 2ാമത്തെ ഉണ്ണിയുടെ. നിങ്ങൾക്ക് വലിയവർക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കീത്തൂസ് ക്രാഫ്റ്റ് അച്ചൂസ് നാട്ട ചേച്ചിയുടെ പേര്. ആ ചേച്ചിക്ക് DM ചെയ്യണമെങ്കിൽ ചേച്ചി ഇതൊക്കെ നമുക്ക് ചെയ്ത് തരും കേട്ടോ. 2 വീക്കായിരിക്കും എടുക്കണ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്തായാലും പ്രോഡക്റ്റൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു. എനിവേസ് എനിക്കിഷ്ടമല്ല, ഉണ്ണോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ട. ഇതാണ് 2 ഉണ്ണുള്ള ഫോട്ടോ വെച്ച് നമ്മൾ ചെയ്തത്. ഇനിയും സർപ്രൈസ് നമുക്ക് കാണാട്ടോ. അവരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. സമ്മാനം വേണ ബായോ, സമ്മാനം തരാം. അക്കുമണിച്ച് വേണം സമ്മാനം, ഡുഡുമണിച്ച് വേണം സമ്മാനം വേണ.
ഡേ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും വന്നിട്ടുണ്ട്. ദേമാ കാണിച്ചു തരാം, വായോ. അയ്യോ കയ്യിൻ്റെ ആ ബോക്സ് കാണിച്ചു തരാം, വാ. ഇത് നോക്കി, ഇതേതാ ഡുഡുവിൻ്റെ? അതക്കുമണി, ഇതക്കുമണി, ഇത് ഡുഡുമണി. തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിൽ എന്നിട്ടാണ്. ഓർക്ക് സ്പൂണ്. ആ വാട്ടർ ബോട്ടിൽ നോക്കിയേ, പേരുണ്ട്, ഡുഡുവിൻ്റെ പേരുണ്ട്. ഇഷ്ടായി ആക്ക് മണിച്ച്? ഇഷ്ടായ ഡുഡുമണി? ഡുഡുമണി, ഡുഡുമണി.